അതെ, എന്തു പറഞ്ഞിട്ടും പ്രയോജനമില്ല എന്ന ബോധ്യത്തിൽ നിശബ്ദരായവർക്കിനിയും ഉറക്കെ പറയാതിരിക്കാനാവില്ല. ശബ്ദമില്ലാത്തവർക്കുള്ള ശബ്ദമായി വോയിസ് ഓഫ് വോയിസ്‌ലെസ് എന്ന വോവ് ഇന്ത്യ ന്യൂസിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. മഹാദുരന്തങ്ങൾ ഒന്നൊന്നായി മലയാളിയെ വിഴുങ്ങുമ്പോൾ ആയുസ്സ് നഷ്ടപ്പെടുന്ന മലയാളി എങ്ങനെ പ്രബുദ്ധ മലയാളിയായി? കാലം മാറുമ്പോൾ കോലവും മാറും. ഇനി കോലം മാറാതെ വാശി പിടിച്ചിരുന്നാലും കാലൻ വന്നു കൊണ്ടുപോകും. വിവരസാങ്കേതികവിദ്യ എത്രയൊക്കെ പുരോഗമിച്ചാലും ഭക്ഷണമില്ലാതെ ജീവിക്കാനുള്ള യാതൊരു മാർഗവും അടുത്ത കാലത്തൊന്നും കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കർഷകർക്കിനിയും ഭൂമിയിൽ ഇടമുണ്ടാകും. കൃഷി ചെയ്യുന്നവർ സമ്പന്നമാകട്ടെ. കൃഷിയിലൂടെ ഏവർക്കും നല്ല ഭക്ഷണവും ലഭ്യമാകട്ടെ. വെടക്കാക്കി തനിക്കാക്കുക എന്ന ഒരു കച്ചവട തന്ത്രമാണ് സാധാരണക്കാരന് മനസ്സിലാവാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്തെ അത് ഏത് നാടുമായിക്കോട്ടെ ദുർബലപ്പെടുത്തി കീഴടക്കാൻ ഉള്ള എളുപ്പവഴി ആദ്യം ആ നാട്ടിലെ ഭക്ഷണ വസ്തുക്കളും ഭക്ഷണ രീതിയും തകിടം മറിക്കലാണ്. തനത് ഗുണവും ആരോഗ്യവും സമ്പത്തും തനിമയും തനിയെ നശിച്ചുകൊള്ളും. ഇന്ന് ആദിവാസി ഗോത്രവർഗ്ഗക്കാർ ചെറുപ്പത്തിലെ ആരോഗ്യം നശിച്ച് വിവിധ രോഗങ്ങളാൽ 50 വയസ്സിനുള്ളിൽ തന്നെ നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ശിശുമരണങ്ങൾ, വിളർച്ച, അരിവാൾ രോഗം, പിത്തരോഗങ്ങൾ തുടങ്ങി നിരവധി രോഗങ്ങളാണ് ഏവർക്കും. പഴയ ആദിവാസികളൊക്കെ അരോഗ ദൃഢഗാത്രന്മാരായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി പാടെ മാറി. നാടുനീളെ തട്ടുകടകളും റെസ്റ്റോറൻറ്റുകളും മാളുകളും പുതിയ ഒരു ഭക്ഷണ സംസ്കാരത്തിലാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിരിയാണി, അൽഫാം, കുഴിമന്തി, പേരറിയാത്ത നിരവധി വിഭവങ്ങൾ തുടർച്ചയായി വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ മാത്രം മതി ഭൂരിഭാഗം ജനങ്ങൾക്കും. സാമ്പാറും അവിയലും ദോശയും കഞ്ഞിയും ചോറും സദ്യയുമൊന്നും ആർക്കും തന്നെ വേണ്ട. ഓരോ നാടിനും പറ്റിയ ഭക്ഷണവും ജീവി വർഗ്ഗങ്ങളും ലോകത്തുണ്ട്. ഉദാഹരണം, ഒട്ടകം മരുഭൂമിയിലേക്ക് പാകമായിട്ടുള്ളതാണ്. നമ്മുടെ കാസർഗോഡൻ പശുവിന് രാജസ്ഥാൻ മരുഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവില്ല. അവിടെ മറ്റൊരിനമാണ് ചേരുക. ഭോപ്പാൽ ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണ് ഇന്ന് കേരളം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മായം ചേർത്ത അരിയും മറ്റ് ഭക്ഷണപാനീയങ്ങളും മസാലകളും കേരളത്തിൽ വ്യാപകമായി വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വൻ ദുരന്തമാണ് ഇതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6000-ത്തിലധികം തനത് നെല്ലിനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. പലതും ഇല്ലാതായി. ഇന്ന് 600 ഇനങ്ങൾ ഉണ്ടെന്നത് തന്നെ വലിയ ഒരു അത്ഭുതമാണ്. വയനാട്ടിൽ നിന്ന് കുറുക്കൻ പാടെ ഇല്ലാതായി. കുറുക്കൻ്റെ ഇല്ലാതാകൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പാരിസ്ഥിതിക അസന്തുലനമാണ്. മാനും പന്നിയും മുയലും മയിലുമെല്ലാം പെറ്റുപെരുകി കൃഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ വിളകൾ നശിച്ചു പോവുകയാണ്. പ്രകൃതിദത്തമായ ഒരു വന്യജീവി പ്രതിരോധ സംവിധാനം ഇല്ലാതാക്കിയത് മനുഷ്യൻ തന്നെയാണ്. ഇതിലൂടെ കൃഷി കുറഞ്ഞു. പകരം പുറമേ നിന്ന് വാങ്ങിത്തിന്നുന്ന ഒരു രീതിയിലേക്ക് എല്ലാവരും മാറി. നല്ല കുത്തരിക്ക് പകരം ടാൽക്ക് കളർ ചേർത്ത് അരിയും കൃത്രിമ പൊടികളും മറ്റ് ഫ്ലേവറുകളും ആണ് ഭൂരിഭാഗം അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ വിവിധ രോഗങ്ങൾ, വന്ധ്യത, ക്യാൻസർ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ തുടങ്ങി നിരവധി രോഗങ്ങളാൽ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. വൻകിട ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായി മനുഷ്യർ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആന ചത്താലും ജീവിച്ചാലും പന്തീരായിരം എന്ന പോലെ ഗർഭാവസ്ഥ മുതൽ മരണം വരെ ഓരോരുത്തരും വൻകിട കമ്പനിക്കാരുടെ ലാഭത്തിനു വേണ്ടി ചെന്ന് നിന്നു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഏകദേശം 8 ലക്ഷം ഹെക്ടർ നെൽവയൽ 1960-കളിൽ ഉണ്ടായിരുന്നു. ഇന്ന് 2 ലക്ഷത്തിൽ താഴെയായി കേരളത്തിൽ. 10 സെന്റ് നെൽവയലിൽ 350 തരം സൂക്ഷ്മജീവികളുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ശേഖരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി, എത്ര വലിയ ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥയാണ് നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. കൊറോണയും ക്യാൻസറും നിപ്പയും ഡെങ്കിയും തുടങ്ങി എത്ര ഭീകരരാണ് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇരയ്ക്കൊപ്പം നിന്ന് വേട്ടക്കാർക്ക് വേണ്ടി ഓടുന്നതും മനുഷ്യർ തന്നെയാണ് എന്നതും മറ്റൊരു വലിയ ദുരന്തമാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡേൺ. അതെ, വൻകിടക്കാർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു മോഡായി നാം നിന്നു കൊടുക്കുകയാണ്. പുരാതനമായതിൽ നിന്ന് മോഡേൺ ആയത് വലിയൊരു വീമ്പായി എല്ലാവരും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂജൻ, അടിപൊളി, അങ്ങനെ പോകുന്നു വെള്ളയടിച്ച കുഴിമാടുകൾക്കുള്ള ഇത്തരം വിശേഷണങ്ങൾ. വിദ്യയില്ലാത്ത വിദ്യാഭ്യാസത്തിന് നമ്മൾ വേറെയും പേരിട്ടു, എഡ്യൂക്കേഷൻ. ഈ ഡക്കേഷൻ എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. ഡക്കുകളെപ്പോലെ ഒച്ചയുണ്ടാക്കുക, വെള്ളത്തിൽ ചാടുക, കരയിൽ കയറുക, വീണ്ടും ചാടുക, കുണുങ്ങി കുണുങ്ങി നടക്കുക എന്ന ഒരു തരം ഡക്കേഷൻ. അതിനെ ഇടക്കേഷൻ എന്നേ നമുക്ക് വിളിക്കാനാവൂ. നിരവധി കർഷകർ കേരളത്തിലെ വയലുകളും തനത് നെൽകൃഷിയും തനത് ആവാസ വ്യവസ്ഥയും നിലനിർത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ്. വിത്തിനങ്ങൾക്കായി
വിത്തിനങ്ങളുടെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന ഒരാളാണ് പത്മശ്രീ ചെറുവയൽ രാമൻ. അത്തരം ഒരാളെ പോലെ തന്നെ നെല്ലിൻ്റെ ഔഷധമൂല്യവും ഗുണവും അനുസരിച്ച് കൃഷി ചെയ്യുന്ന കർഷകന് വില നിശ്ചയിച്ച് വിൽപ്പന നടത്താൻ സാധിക്കുന്ന തരത്തിൽ സർക്കാർ നിയമങ്ങൾ ആവിഷ്കരിച്ച് കർഷകനെ സഹായിക്കണമെന്ന് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കർഷകനാണ് ശ്രീ അജി തോമസ് കുന്നേൽ. അദ്ദേഹം അമ്പലവയൽ സ്വദേശിയാണ്. ഇദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ അരിയിൽ വൻതോതിൽ മായം ചേർക്കൽ നടത്തി വിവിധ ബ്രാൻഡിംഗ് നടത്തി മനുഷ്യരെ മാറ്റുന്നതിനെതിരെ നടപടിക്കായി കേസ് ഫയൽ ചെയ്തു. ഇതിന്റെ ഭാഗമായി മനുഷ്യാവകാശ കമ്മീഷൻ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. ഇടക്കേഷൻ മാത്രം അറിയാവുന്ന ഫുഡ് സേഫ്റ്റി കമ്മീഷണർ പറയുന്നു, നാളിതുവരെ അരിയിൽ മായം ചേർത്തതായി ആരും പരാതിപ്പെട്ടിട്ടില്ല എന്ന്. അരിയിൽ ടാൽക്ക് കളർ ചേർത്ത് ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നു. ഉദരരോഗങ്ങളും താങ്ങാനാവാത്ത വയറുമായി മലയാളി നരകിക്കുന്നു. ഈ വയറുമായി പേരുവയറന്മാരും വയറിയറും ഓണക്കാലത്തെ പുലികളിക്ക് വയറിന് പുറത്ത് ചായം തേച്ച് താളമേള കളികൾക്കൊപ്പം തുള്ളുന്നത് മാത്രമാണ് ആകെ ഒരു ഗുണം. 2006 ആക്ടിൽ നെല്ലിൻ്റെ ന്യൂട്രൻ വാല്യൂ ഉൾപ്പെടുത്തണമെന്ന കാര്യം ഇവർ സൗകര്യപൂർവ്വം മറച്ചുവെച്ചു. അതുകൊണ്ട് ഈ ഫുഡ് സേഫ്റ്റി ആക്ട് കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. എല്ലാ കളികളും താളമേളങ്ങളും കഴിഞ്ഞ് മനുഷ്യർ വെറും മൃതശരീരമായി മാറുമ്പോൾ പുഴുക്കൾ തിന്നു തീർക്കും. പുഴുക്കൾക്ക് ശരീരം വിട്ടുകൊടുക്കും വരെ രോഗമില്ലാത്തവരായി ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്തമുണ്ട്.